ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വീട്ടിലുള്ള മാമ്പഴം വെച്ച് ഈ മാംഗോ സീസണിലെ നല്ല ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന മാംഗോ ഐസ് ടീക്ക്, മാംഗോ ബോബ്സിക്കിൾസ് എന്ന് പറയാം. അത് മാംഗോ ബാറെന്നും ചോക്കോ ബാറെന്നും രണ്ടെണ്ണമാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. നമുക്ക് മാങ്ങയുടെയൊക്കെ അളവ് അവരവരുടെ ഇഷ്ടത്തിന് നമുക്ക് എത്ര എണ്ണം ഉണ്ടാക്കണോ അതിനനുസരിച്ച് കൊടുക്കാം. കുട്ടിയും കുറച്ചും ഒക്കെ കൊടുക്കാം. ഞാനിവിടെ കുറച്ച് മാങ്ങ എടുത്ത് അരിഞ്ഞ് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല. 2 ഇൻഗ്രീഡിയൻ്റ് കൊണ്ടാണ് ഈ മാംഗോ ബാർ ഉണ്ടാക്കുന്നത്. അതിനെ മധുരത്തിനനുസരിച്ച് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അത് നല്ലതുപോലെ എല്ലായിടും ഒന്ന് മിക്സ് ആകുന്ന രീതിയിൽ അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു കുൽഫി മോൾഡ് എടുത്തിട്ടുണ്ട്. അതിലാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. കണ്ടോ? ഇനി ഇതിൻ്റെ ഓരോ മോൾഡിലും നമുക്ക് ഒരു ചെറിയ കപ്പിലോട്ട് കുറച്ച് നമ്മൾ റെഡിയാക്കി വെച്ച മാംഗോ പൾപ്പ് ഒഴിച്ച് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. ഇതൊക്കെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഒരുപാട് മായങ്ങളൊക്കെ ചേർത്ത് ഒത്തിരി വിഷസാധനങ്ങളുമൊക്കെ ചേർത്തതാണ്. നമുക്കിത് ഈസിയായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാം. എല്ലാ മോൾഡിലും ഫില്ല് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യണം. കാരണം എയർ ബബിൾസ് വല്ലതും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം ആ അടപ്പങ്ങ് അടച്ച് നമുക്കിത് 6 മണിക്കൂർ ഫ്രീസ് ചെയ്തെടുക്കണം. 6 മണിക്കൂർ കൊണ്ട് ഇത് നന്നായിട്ട് സെറ്റായി കിട്ടും. പിന്നെ അഥവാ നിങ്ങളുടെ കയ്യിൽ ഈ ഡൈ ഇല്ലെങ്കിൽ നമുക്ക് ഈ മോൾഡ് ഇല്ലാത്തവർക്കും ഇതുണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ പേപ്പർ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ നേരത്തെ തയ്യാറാക്കി വെച്ച ആ മാംഗോ പൾപ്പ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകൾ ഭാഗം നമ്മൾ അലൂമിനിയം ഫോയിൽ വെച്ചൊന്ന് മൂടി കൊടുക്കുന്നുണ്ട്. കാരണം ഇത് മൂടിയില്ലെങ്കിൽ ഇതിനകത്ത് ഈ ക്രിസ്റ്റൽ വരും, വെള്ളം ഇങ്ങനെ ആയിട്ട്. അപ്പോൾ നമുക്കത് കഴിക്കാൻ ബുദ്ധിമുട്ട് വരും, ടേസ്റ്റ് കുറയും. ഇനി പിന്നെ സ്റ്റിക്കിന് വേണ്ടി ഞാനിവിടെ ഒരു സ്പൂൺ തന്നെ വെച്ച് കൊടുത്തിരിക്കുന്നത്. അതും 6 മണിക്കൂർ വെക്കാം. ഇത് ഞാൻ ചോക്ലേറ്റ് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്, ചോക്കോ ബാറായിട്ട്. അതിന് വേണ്ടി ഇവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 200 ഗ്രാം ചോക്ലേറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് ഈ ചോക്ലേറ്റ്. ഇത് കൊക്കോ ക്രഷ് എന്ന് പറഞ്ഞ ഒരു ചോക്ലേറ്റാണ്, നല്ലതാണ്. ഇതിൻ്റെ ലിങ്കുകൾ വീഡിയോയുടെ തുടക്കത്തിൽ ലെഫ്റ്റ് സൈഡിൽ ഈ എല്ലാ പ്രോഡക്റ്റുകളുടെയും ലിങ്കുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ട് അതിൽ നിന്നൊക്കെ പ്രോഡക്റ്റുകൾ സെയിൽ ചെയ്യാം. പിന്നെ അത് നല്ലതുപോലെ തണുത്തതിന് ശേഷം നമ്മൾ ആ റെഡിയാക്കി വെച്ച ചോക്ലേറ്റ് ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ആ കുൽഫി റെഡിയാക്കി വെച്ചിരുന്നത് ഓരോന്ന് വീതം എടുത്ത് കണ്ടോ, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് ആ ചോക്ലേറ്റ് സിറപ്പിനകത്ത് ഒന്ന് ഡിപ്പ് ചെയ്ത് എടുക്കാം. നന്നായിട്ട് എല്ലായിടവും കോട്ടാകുന്ന രീതി വേണം അത് മുക്കിയെടുക്കാൻ. അങ്ങനെ നമ്മളത് മുഴുവനും അതുപോലെ റെഡിയാക്കി എടുക്കാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. എല്ലാ റെസിപ്പികളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ മാങ്ങയുടെ നിരവധി വിഭവങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാംഗോ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് തന്നെ ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ട് അതൊക്കെ ട്രൈ ചെയ്യാം. ഇതേ കണ്ടോ, അങ്ങനെ എല്ലാം കോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മാംഗോ ബാർ ഉണ്ടല്ലോ, ഐസ് ടീക്ക് ഉണ്ടാക്കിയത്, മാമ്പഴ ഐസ് ടീക്ക്, അത് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അത് ഒത്തിരി പെട്ടെന്ന് മെൽറ്റായിപ്പോകും. അതിന് പുറമേ കോട്ടിങ് ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് അത് വെക്കുന്ന സമയത്ത് നമ്മൾ ഐസ് ക്യൂബിൻ്റെ മുകളിലോട്ടേ വെച്ച് കൊടുക്കാവൂ. ഇനി നമ്മൾ ആ കപ്പിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചല്ലോ, അതുകൂടെ ഒന്ന് നോക്കാം. ആദ്യം അലുമിനിയം ഫോയിൽ മാറ്റിയതിന് ശേഷം ആ പേപ്പർ കപ്പ് അങ്ങ് കീറിക്കളഞ്ഞാൽ മതി. കണ്ടോ, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതും ബാക്കിയുള്ള കുറച്ച് ചോക്ലേറ്റ് സിറപ്പുണ്ട്, അതിലും അതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈസിയായിട്ട് വീട്ടിലുണ്ടാക്കാവുന്നേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.